ഹായ്, നമസ്കാരം. നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അമ്മായിമ്മയും കൊള്ളാം മരുവളും കൊള്ളാം എന്ന രണ്ടാമത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മായിമ്മ ഒരു പണി മരുവൾക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരുമകളുടെ വീട്ടിൽ നിന്ന് മരുമകളുടെ അനുജത്തിയുടെ ഭർത്താവും മക്കളൊക്കെ വന്നപ്പോഴേ അവരെ കറുത്തവരെന്നും വരുമാനമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നതിനെ സംബന്ധിച്ചും കുട്ടിയുടെ മുഖത്ത് നോക്കി കുറഞ്ഞിരിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ കറുത്തവരോടുള്ള അമർഷം വെളുത്ത അമ്മായിമ്മ പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഒരു ദേഷ്യം കലിപ്പിലാണ് ഇപ്പോൾ നമ്മുടെ മരുമകൾ അങ്ങനെ നിസ്സാരക്കാരിയൊന്നുമല്ല. മരുമകൾ ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ എട്ടിൻ്റെ പണിയാണ് മൂന്നാമത്തെ എപ്പിസോഡിൽ വരുന്നത്. അത് റിലീസ് ചെയ്തിട്ടുള്ളത് അടുത്ത 15-ാം തീയതി, ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിലാണ് അത് റിലീസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കണ്ടോളോട്ടാ. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം സംവിധാനമൊക്കെ ഞാൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ കാഞ്ഞാണിയിലുള്ള നമ്മുടെ സുഹൃത്ത് പ്രിയപ്പെട്ട അമ്മ അനിലാണ്. അതിൻ്റെ എഡിറ്റിംഗ് കഴിച്ചിട്ടുള്ളത് ചിത ഷോർട്ട് ഫിലിമിൻ്റെ ഫെയിം രിജിൻ സർക്കാരാണ്. അമ്പാടി പെരുങ്ങോട്ടുകാരെയാണ് അതിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, ലിപിത, കോട്ടയത്തുള്ള ലിസാമ, മധുമോഹൻ, പിന്നെ ഞാനും ഇതിലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു തമിഴൊന്നും വലിയ പിടിയില്ല എനിക്ക്. എൻ്റെ ഭാര്യയായിട്ട് 2 പൊണ്ടാട്ടികളാണ്. ഒന്ന് കണ്ണൂരുള്ള ഒരു സുധ ഉണ്ണീഷൻ, അവർ അധ്യാപികയാണ്. അവരും ഷീജ തുമ്പൂർ എന്ന് പറയുന്ന ഒരു നടിയും കൂടിയാണ് എൻ്റെ പൊണ്ടാട്ടിമാരായിട്ട്, കുറേ മക്കളൊക്കെ ആയിട്ട്. പിന്നെ ഇതിലൊരു തമിഴനും അഭിനയിച്ചിട്ടുണ്ട്, ഗുരുസ്വാമി എന്ന് പറയുന്ന ഒരു തമിഴൻ. അദ്ദേഹം ഇതിൽ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന 15-ാം തീയതി വൈകിട്ട് റിലീസാവുന്ന അമ്മായിമ്മയും കൊള്ളാം മരുവളും കൊള്ളാം എല്ലാവരും ഒന്ന് കാണുക. വെബ് സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ്. 4-ാമത്തെ എപ്പിസോഡും കൂടി ഉണ്ടാവും കേട്ടോ. പക്ഷെ 3-ാമത്തെ എപ്പിസോഡ് നിങ്ങളൊന്ന് കണ്ട അഭിപ്രായം പറയാം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. ചാനലൊന്ന് 01 മീഡിയ ക്രിയേഷൻ എന്ന് പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ. ഓക്കെ, നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് വാഴപ്പള്ളി.